ഹായ്, മനോജ് ഡ്രീം വ്ളോഗ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 50,000 വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 50 ലക്ഷം രൂപ ചിട്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 50,000 വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 50 ലക്ഷം ചിട്ടിയുടെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സാധാ നോർമൽ ചിട്ടിയുടെ വിശദമായിട്ടുള്ള അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ചിട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ചിട്ടിയിൽ എന്ന് പറഞ്ഞാൽ 100 ആളുകൾ 50,000 വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് 50 ലക്ഷം രൂപയായി. ഈ 50 ലക്ഷം രൂപ ഈ 100 അംഗങ്ങൾക്ക് തീരുമാനിക്കാം ഓരോ മാസം ആര് വിളിക്കണം അല്ലെങ്കിൽ ആർക്ക് വിളിക്കാം എന്ന് ഈ 100 അംഗങ്ങളാണ് ഈ ചിട്ടിയിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ചിട്ടി എന്ന് വന്നിട്ട് ആദ്യത്തെ മാസങ്ങൾ ഇതിൽ അത്യാവശ്യക്കാര് ഉണ്ടാകും. കാരണം ഇപ്പോൾ എമർജൻസി, ഇപ്പോൾ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ, ഇല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ചിട്ടി ചേരുന്നവര്, ഇല്ലെങ്കിൽ മക്കളുടെ പഠനത്തിന് ഹയർ സ്റ്റഡി ചെയ്യാൻ അല്ലെങ്കിൽ വിദേശ പഠനത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള ഫണ്ട് ശേഖരിക്കുക, നമുക്ക് സ്ഥലങ്ങളൊക്കെ മേടിക്കുക, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും ഇതിൽ ആളുകൾ ചിട്ടി ചേരുന്നത്. അപ്പൊ അങ്ങനെ ചിട്ടി ചേരുന്ന വ്യക്തികൾക്ക് 100 അംഗങ്ങളിലെ അത്യാവശ്യക്കാരുണ്ടാവും. അപ്പൊ ആ അത്യാവശ്യക്കാര് KSFE നിബന്ധനകൾ അനുസരിച്ച് ഈ ചിട്ടി താഴ്ത്തി വിളിക്കാൻ വില്ലിങ് ആവും. അതായത് ഈ 100 മാസ ചിട്ടിയിൽ 25% വരെ താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലസ് 5% KSFE ഫോർമാൻ കമ്മീഷനാണ്. അതും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 30%. അപ്പോൾ ഈ 30% വരെ ഈ ചിട്ടിയിൽ താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ 30% താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ഈ 50 ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത് 35 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. മാക്സിമം, അതായത് 30% താഴ്ത്തി വിളിക്കുന്ന സമയത്ത് 35 ലക്ഷവും, മാക്സിമം ഈ ചിട്ടി എന്ന് പറയുന്നത് 47,50,000 രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ്. അപ്പൊ ഈ 30% താഴ്ത്തി വിളിക്കുക. പിന്നെ ചിട്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ നിക്ഷേപിച്ച തുകയേക്കാൾ നമ്മൾക്ക് ഫണ്ട് ആവശ്യമെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ചിട്ടി എന്ന് പറയുന്നത്. ഈ ചിട്ടിയിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 30% താഴ്ത്തി വിളിക്കാൻ കഴിയും. അങ്ങനെ 30% താഴ്ത്തി വിളിക്കാൻ ഒരു മാസം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നറുക്കെടുപ്പിലായിരിക്കും ആ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഒരു 10 ആളുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു മാസം ഒരാൾക്കേ കിട്ടുള്ളൂ. അങ്ങനെ 10 മാസം 10 ആൾക്ക് വെച്ചിട്ട് ആ 30% താഴ്ത്തി നറുക്കിലൂടെ കൊടുക്കാൻ കഴിയും. അതിപ്പോൾ 20 മാസമാണെങ്കിൽ അങ്ങനെ, 30 മാസമാണെങ്കിൽ അങ്ങനെ, 40 മാസമാണെങ്കിൽ അങ്ങനെ. എത്ര മാസം വരെ 30% താഴ്ത്തി വിളിക്കാൻ ആളുകളുണ്ടോ അത്രയും മാസം വരെ ഈ ചിട്ടി 35 ലക്ഷം രൂപ, അതായത് 15 ലക്ഷം കുറച്ച് 35 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. അങ്ങനെ ഈ ചിട്ടി എപ്പോൾ പിടിച്ചാലും, എപ്പോഴാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇത് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും GSTയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി ഈടാക്കുന്നതാണ്. ഇതാണ് ചിട്ടിയെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ, അതായത് വിശദമായ വീഡിയോ എന്ന് പറയുന്നത്, ഈ ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നറുക്കെടുപ്പിൽ 35 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ തുക KSFE തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശയും പ്ലസ് അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, അതായത് ഈ 30% താഴ്ന്ന് ചിട്ടി പോകുന്ന സമയത്ത് ഇതിലെ 100 അംഗങ്ങളുണ്ട്. അപ്പോൾ ഈ 100 അംഗങ്ങൾക്കും കൂടി ഈ ചിട്ടിയിലെ എമൗണ്ട് വീതിച്ചു കൊടുക്കും. അതായത് ഈ 25% പറഞ്ഞു, 25% പറഞ്ഞത് 12,50,000 രൂപയാണ്. ഈ 12,50,000 രൂപ ഇതിലെ 100 അംഗങ്ങൾക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് വന്നിട്ട് 12,500 വെച്ചിട്ട് ഡിവിഡൻഡ് കിട്ടും. അപ്പൊ ആദ്യത്തെ അടവ് നമ്മൾ 50,000 രൂപ അടയ്ക്കുന്നു.
സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, അത് ആദ്യത്തെ ലേലത്തിൽ 30% താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് തൊട്ട് അദ്ദേഹത്തിന് 37,500 വെച്ച് അടച്ചാൽ മതി. 12,500 വെച്ച് ഡിവിഡൻഡ് കിട്ടും. അങ്ങനെ ഈ ചിട്ടി 30% താഴ്ന്ന് എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ ആ വ്യക്തിക്ക് 12,500 വെച്ച് ഡിവിഡൻഡ് കിട്ടും. 37,500 രൂപ അടച്ചാൽ മതി. അതിനെ കുറച്ചും കൂടി ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുന്നത്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പം നമ്മൾക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം. 50,000 വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 50 ലക്ഷത്തിൻ്റെ ചിട്ടിയാണ്. അപ്പോൾ ഈ ചിട്ടി ആദ്യത്തെ ലേലം നടക്കുന്ന ദിവസം ആദ്യത്തെ ലേലത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ SFIയുടെ ഫോർമാൻ കമ്മീഷൻ ഉൾപ്പെടെ 30% കുറച്ച് 35 ലക്ഷം രൂപ ചിട്ടി കിട്ടുന്ന ഒരു വ്യക്തിക്ക് ആ ചിട്ടിയിൽ നിന്നും GSTയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ചിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്തെടുക്കുമ്പോൾ മേൽ ബാധ്യതയ്ക്കുള്ള ജാമ്യം കൊടുത്ത് അദ്ദേഹത്തിന് ആ ഫണ്ട് റിലീസ് ചെയ്ത് എടുക്കാൻ കഴിയും. ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ ചിട്ടി പേയ്മെന്റ് ചെയ്യുന്നതും KSFയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. KSFയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് KSFയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പലിശയും പ്ലസ് ഡിവിഡൻഡും കുറച്ച് പിന്നീട് എത്ര രൂപ അടച്ചാൽ മതി എന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ 50,000 വെച്ചിട്ട് 100 മാസം അടയ്ക്കുന്ന 50 ലക്ഷത്തിൻ്റെ ചിട്ടി ആദ്യത്തെ ലേലത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് നറുക്കെടുപ്പിലൂടെ 35 ലക്ഷം രൂപ കിട്ടി. അതിൽ നിന്നും GST ഡോക്യുമെന്റേഷൻ ചാർജും കുറച്ചിട്ടുള്ള സംഖ്യ 34,54,764 രൂപയാണ്. അത് KSFയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ CSDTക്ക് കൊടുക്കുന്നത് 8.75% പലിശ നിരക്കാണ് KSFയിൽ നിലവിൽ CSDTക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പലിശ ഇനത്തിൽ എപ്പോൾ വേണമെങ്കിലും വ്യതിയാനം വരെ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വർഷത്തേക്ക് 3,02,291 രൂപയാണ് പലിശ ഇനത്തിൽ ഒരു വർഷത്തിൽ കിട്ടുന്നത്. അത് 12 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മാസം കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ 25,190 രൂപയാണ്. ഈ 25,190 രൂപ ഇൻട്രസ്റ്റും പ്ലസ് ഈ ചിട്ടി പറഞ്ഞല്ലോ 30% താഴ്ന്നു പോകുകയാണെങ്കിൽ നമ്മൾക്ക് 12,500 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 12,500 രൂപ ഡിവിഡൻഡും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 37,690 രൂപ നമുക്ക് പലിശ ഇനത്തിലും ഡിവിഡൻഡിലും കിട്ടി. പിന്നീട് തേർഡ് ഇൻസ്റ്റാൾമെന്റ്, അതായത് ഫസ്റ്റത്തെ ലേലത്തിൽ പങ്കെടുത്ത് ചിട്ടി കിട്ടിയ ആള് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഡേറ്റിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഡേറ്റിനാണ് പലിശ കിട്ടിത്തുടങ്ങുന്നത്. അങ്ങനെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ ഈ ചിട്ടി പിടിച്ച് KSFയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് 12,310 രൂപ ചിട്ടി ഇൻസ്റ്റാൾമെന്റ് തുക അടച്ചാൽ മതി. അതേ സ്ഥാനത്ത് ബാക്കിയുള്ള വ്യക്തികൾക്ക് ഈ ചിട്ടി രണ്ടാമത്, ആദ്യത്തെ ലേലത്തിൽ 30% പോയതെങ്കിൽ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ 12,500 വെച്ചിട്ട് ഡിവിഡൻഡ് കുറച്ച് ബാക്കി 37,500 അടച്ചാൽ മതി. അങ്ങനെ ഈ ചിട്ടി എത്ര മാസം വരെ 30% താഴ്ന്നു പോകണോ അത്രയും മാസം വരെ നമുക്ക് 12,500 രൂപ വെച്ചിട്ട് ഡിവിഡൻഡ് കിട്ടും. 37,500 വെച്ചിട്ട് ഈ 100 അംഗങ്ങൾക്കും അടച്ചാൽ മതി. അതേ സ്ഥാനത്ത് ഈ ചിട്ടി 30% കഴിഞ്ഞ് വിളിയാകുന്ന സമയത്ത് ഈ 37,500 എന്നുള്ളത് 40,000 രൂപയാവും, 45,000 രൂപയാവും, 50,000 രൂപ വരെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ 50,000 രൂപ വരെ അടവ് വരുന്ന പക്ഷം ഈ ചിട്ടി വന്നിട്ട് വിളിക്കാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് 50,000 രൂപ അടവ്, അതായത് ഇൻസ്റ്റാൾമെന്റ് വരുന്നത്. അങ്ങനെ 50,000 രൂപ വരുന്ന സമയത്ത് ഈ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് 25,190 രൂപ പലിശ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ 50,000-ന് 25,190 രൂപ പലിശ കിട്ടുന്നത് കൊണ്ട് ആ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് 50,000 രൂപ അടവ് വന്നാലും പലിശ കുറച്ചിട്ട് ബാക്കി 24,810 രൂപയെ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. ഏകദേശം ഒരു 6,25,000 രൂപ വരെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ്. അത് ചിട്ടിയുടെ ഓരോ മാസത്തെ ലേലത്തിന്റെ സാഹചര്യം അനുസരിച്ച് 6,25,000 എന്നുള്ളത് ചിലപ്പോൾ കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട്, അതേ സ്ഥാനത്ത് കുറയാനും സാധ്യതയുണ്ട്. കാരണം ചിട്ടി എന്ന് പറഞ്ഞത് എല്ലാ മാസവും ലൈവായിട്ട് ലേലം നടക്കുന്നതാണ്. അപ്പൊ ആ ലേലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ കിഴിവ് കിട്ടുന്നത്. 25,190 രൂപ പലിശ
98 മാസം, അതായത് ആദ്യത്തെ ലേലത്തിൽ കിട്ടുന്ന ആൾക്ക് അങ്ങനെ രണ്ടാമത്തേൽ ഡെപ്പോസിറ്റ് ആക്കി മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് പലിശ കിട്ടി തുടങ്ങുന്നത്. അങ്ങനെയാകുമ്പോൾ 98 മാസമുണ്ട്. ആ 98 മാസത്തേക്ക് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന സമയത്ത് 24,68,620 രൂപയാണ് വരുന്നത്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് വന്നിട്ട് 34,54,764 രൂപയാണ് വരുന്നത്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 59,23,384 രൂപയാണ് ഒരു ചിട്ടി പിടിച്ച് KSF തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക് പലിശ മാസം മാസം ചിട്ടിയിലേക്ക് മാറ്റാതിരുന്നാൽ പ്രിൻസിപ്പൽ എമൗണ്ടും പ്ലസ് ഇൻട്രസ്റ്റും കൂടി ഈ ചിട്ടിയുടെ കാലാവധി കഴിയുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ഈ ചിട്ടി ആദ്യത്തെ ലേലത്തിൽ പിടിച്ച ആൾക്കാണ് ഇത്രയും രൂപ പലിശ കിട്ടുന്നത്. അതേ സ്ഥാനത്ത് രണ്ടാമത്തെ ലേലത്തിലാണ് കിട്ടുന്നതെങ്കിൽ നാലാമത്തെ ലേലത്തിനാണ് അതിൻ്റെ പലിശ കിട്ടി തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ഓരോ മാസം നമ്മൾക്ക് വൈകും തോറും പലിശ ഇനത്തിൽ ഓരോ മാസത്തെ പലിശ കുറഞ്ഞു വരും. ഈ 50,000 വെച്ച് 100 മാസം അടയ്ക്കുന്ന 50 ലക്ഷത്തിൻ്റെ ചിട്ടിയുടെ ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് വ്യക്തമായിട്ട് മനസ്സിലാകും. അതേപോലെ തന്നെ ഈ ചിട്ടി 50,000 വെച്ച് 100 മാസം അടയ്ക്കുന്ന ചിട്ടി പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ബ്രാഞ്ചിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ചിട്ടി എന്ന് പറഞ്ഞാൽ ഗാലക്സി ചിട്ടികളിൽ പെടുന്നതാണ്. ഗാലക്സി സമ്മാന പദ്ധതി ഉണ്ട്, അപ്പോൾ അതിൽ പെടുന്ന ചിട്ടിയാണ്. അപ്പോൾ ഈ ചിട്ടിയിൽ ചേരുന്ന അംഗങ്ങൾ നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് മെഗാ ബമ്പർ സമ്മാനമായിട്ട് മെഴ്സിഡസ് ബെൻസിന്റെ കാറാണ് കൊടുക്കുന്നത്. അതേ സ്ഥാനത്ത് അതിൽ തന്നെ ബമ്പർ സമ്മാനങ്ങളുണ്ട്. അത് 17 ഇന്നോവ കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിട്ടി ചേരുന്നതിലൂടെ ഈ സമ്മാന പദ്ധതി നിങ്ങൾക്ക് അംഗങ്ങളാകാം. ഇത്രയാണ് ഈ ചിട്ടിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.